കേരളത്തെ ചിരിപ്പിച്ചു കൊല്ലുകയാണ് വി.ഡി. സതീശന്റെ ജഗപൊക ജാഥ. പ്രതിപക്ഷ നേതാവ് ജാഥയിൽ ഇപ്പോൾ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക സിനിമയിലെ ഇന്നസെന്റിന്റെ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്നതാണെന്നാണ് മലയാളികളുടെ അഭിപ്രായം. കോൺഗ്രസ് പ്രവർത്തക നൽകിയ നിവേദനം തുറന്നുപോലും നോക്കാതെ പരസ്യമായി കീറിക്കളയുന്ന സതീശന്റെ വീഡിയോയും ജാഥയ്ക്കിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. നാഴികയ്ക്ക് 40 വട്ടം മുഖ്യമന്ത്രിയെയും LDF സർക്കാരിനെയും കുറ്റം പറയുകയും ഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്ന വി.ഡി. സതീശൻ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ നിവേദനം കീറിക്കളഞ്ഞ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. വി.ഡി. സതീശന്റെ പുതുയുഗ യാത്രയിലെ ആളില്ലാ സദസ്സിലെ വീഡിയോയും പ്രചരിച്ചിരുന്നു. അതേസമയം മലപ്പുറം കഴിഞ്ഞപ്പോൾ ആളില്ലാതെ സതീശന്റെ ജഗപൊക ജാഥ എന്ന കുറിപ്പിനൊപ്പം പ്രചരിക്കുന്ന പോസ്റ്റും വ്യാപകമാകുകയാണ്. പോസ്റ്റിനൊപ്പം സതീശന്റെ പ്രസംഗവും വീഡിയോയും കേൾക്കാം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യം മുഴുവൻ സ്തംഭിക്കുന്ന ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോൾ പോലും പ്രതിഷേധങ്ങളെ അവഗണിച്ച് സതീശൻ തന്റെ രാഷ്ട്രീയ ജാഥയുമായി മുന്നോട്ടു പോയതും ചർച്ചയായി. സതീശന്റെ ഈ നീക്കം തൊഴിലാളികളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന ആക്ഷേപം ഇതിനോടകം ശക്തമായിട്ടുണ്ട്. സ്വന്തം സംഘടനയായ INTUC-യുടെ നേതാക്കൾ പര്യടനം മാറ്റിവെക്കണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ട് പോലും അത് തള്ളിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ നീക്കം. പ്രതിപക്ഷ നേതാവ് ജാഥ അവതരിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാനാണെന്നും വിമർശനം ഉയരുന്നുണ്ട്. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സ്വീകരണ വേദിയിൽ ഷാഫി പറമ്പിലിന്റെ സ്നേഹ തള്ളലും ജനങ്ങളെ കുടുകുടെ ചിരിപ്പിച്ചു. പ്രസംഗിക്കാൻ വിളിക്കാത്തതിലുള്ള അമർഷത്തിൽ ഷാഫി പ്രകോപിതനായപ്പോൾ പൊങ്ങാനാവാത്ത വിധം താഴെ വീണതാകട്ടെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനും. ജാഥ സമാപിക്കാൻ ഇനിയും ദിവസങ്ങളുള്ളപ്പോൾ എന്തെല്ലാം കാണേണ്ടി വരുമെന്ന ആശങ്കയിലാണ് മലയാളികൾ.